എവിടെ? അവിടെ. അവനല്ലേ ഇവനാ? ഓഹോ, ഇത് പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിക്ക്. പ്രിയപ്പെട്ട എന്താ നിന്റെ പേര്? ജയകാന്തൻ. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞെ. KDP നശിപ്പിക്കാൻ ബോംബെറിഞ്ഞും അല്ലാതെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് KRP. നമ്മൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. പോലീസ് വന്ന് മൊഴിയെടുത്തോ കുഞ്ഞെ? ഇല്ല. ഭാഗ്യം. പോലീസിനോട് എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് സമാധാനപരമായിട്ട് ജാഥ നടത്തുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനിയും KRPയുടെ മറ്റു പ്രവർത്തകരും ഞങ്ങളുടെ നേർക്ക് ബോംബെറിഞ്ഞു. അതിന് ആ സമയത്ത് അവർ പഞ്ചായത്ത് ഓഫീസിനകത്തല്ലായിരുന്നോ? ചോദ്യം ചോദിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ പോലീസിനോട് പറഞ്ഞാൽ മതി. കാല് വലിയ കുഴപ്പമില്ല, സാമാന്യം നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൈക്ക് കിട്ടൊന്നുമില്ലല്ലോ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെങ്കിൽ. ഏതായാലും സാരില്ല, ഫോട്ടോ എടുത്തോളൂ. മറിക മറിക. കുറച്ച് നല്ല വെയിറ്റ്. റെഡി? ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, ഇതിന്റെ അടിക്കുറിപ്പ്: പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ കണ്ട് വെള്ളിക്കാല പൊട്ടിക്കരയുന്നു. ശ്രീ വെള്ളിക്കാല. ഇപ്പൊ ഇത് രണ്ടും മതി. ഇനി ഇവന്റെ മുഖം മാത്രം ഒന്ന് എടുത്തേ. അത് വേണോ? വേണം വേണം. പേപ്പറിൽ കൊടുക്കാനല്ല. അഥവാ ഈ പാവം ചത്തുപോവുകയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് രക്തസാക്ഷിനെ ആഘോഷിക്കണ്ടേ? അപ്പൊ കളർ പോസ്റ്റ് അടിക്കണ്ടേ? കുഞ്ഞ്, ഞങ്ങൾ ഇപ്പൊ പോകണം. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കണം. സാധനം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്.